നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം RC ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നോക്ക്, നമ്മളുടെ പുതിയ പൂക്കളൊക്കെ ദൈവമായി ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ ഓൾറെഡി നിങ്ങളെ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഉണ്ടോ? നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ നമ്മുടെ പൂന്തോട്ടത്തിലും ഇതുപോലെ നല്ല നല്ല പൂക്കൾ വിടർന്ന് നിൽക്കുക. ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി രാവിലെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ നമുക്കും നമ്മുടെ വീടുകളിലും പൂന്തോട്ടം ഭംഗിയാക്കി മാറ്റാം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു 4-5 തൈകൾ വാങ്ങുക. ആരും പോയി വലിയ മെച്ചൂർ പ്ലാന്റ് വാങ്ങരുത്. എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മെച്ചൂർ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഓർക്കിഡിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ കൊണ്ടുവച്ച് നഴ്സറിയിലൊക്കെ കാണുന്ന നല്ല പൂക്കളായിട്ട് നിൽക്കുന്നത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ അന്യായ വില കൊടുത്ത് വാങ്ങി നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുവെക്കും. അപ്പോൾ എന്താ പറ്റുന്നത്? നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ആ പൂ വിരിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കതിലൊരു പൂ കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അതിലൊരു പൂ വരണമെന്നില്ല. അതങ്ങനെ കുറേ നാളിൽ നിന്ന് നമ്മൾ നോക്കാതെ അത് അങ്ങനെ പാടിക്കൊഴിഞ്ഞ് ചെടി പോലും ഉണങ്ങി അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഒരിക്കലും അറിയാത്തൊരാൾ ചെന്ന് ആദ്യം തന്നെ വലിയ വില കൊടുത്ത് വലിയ ചെടി പോയി വാങ്ങിക്കരുത്. നമ്മളതിന് വാങ്ങിക്കിട്ട് നമുക്ക് 100 അല്ലെങ്കിൽ 125 രൂപ റേറ്റിൽ സീഡ്ലിങ്സ് കിട്ടും. മെച്ചൂർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ സൈസ് പൂക്കളായിട്ട് നിൽക്കുന്നതാണ് മെച്ചൂർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ സൈസൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടത് സീഡ്ലിങ്സ് എങ്ങനെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സീഡ്ലിങ്സ്. കണ്ടോ? ഈ ഒരു വലിപ്പത്തിൽ സീഡ്ലിങ്സിന് ഉണ്ടാവുള്ളൂ. ഈ ഒരു വലിപ്പത്തിലുള്ള സീഡ്ലിങ്സാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇത് വാങ്ങിച്ച് നമ്മളത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവച്ച് പരിപാലിച്ച് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പൂ വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നേഴ്സറിക്കാർ വളർത്തി വലുതാക്കി പൂവായി തരുന്ന പ്ലാന്റ് കൊണ്ടുവച്ച് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും പോയി വലിയ മെച്ചൂർ പ്ലാന്റ് വാങ്ങി കാശ് കളയരുത്. നിങ്ങളൊരു സീഡ്ലിംഗ് വാങ്ങുക. അത് വെച്ച് വളർത്തി നമ്മൾ അതിൽ നിന്ന് ഒരു പൂ കണ്ട് അത് നമ്മൾ സക്സസ് ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് വെറൈറ്റിയുടെ വാങ്ങി അങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഓർക്കിഡ് കൊണ്ട് നിറച്ച് നമുക്ക് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും പോയി മെച്ചൂർ പ്ലാന്റ് വാങ്ങി നമ്മളുടെ ക്യാഷ് കളയരുത്, സമയവും കളയരുത്. ഒരു കുറച്ച് നേരം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓർക്കിഡിൻ്റെ കൂടെ പോവുക, അതിന് വെള്ളം ഒഴിക്കുക, ആഴ്ചയിലൊന്ന് അതിനുള്ള വളങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെയാൽ നമുക്ക് നല്ല നല്ല ഒന്നാന്തരം പൂക്കൾ നമ്മുടെ തോട്ടത്തിലുണ്ടാകും. ഇതുകൊണ്ടോ ഇതൊക്കെ നല്ല മുട്ടായിട്ടിരിക്കുന്നത് ഉണ്ടോ? അപ്പോൾ ഒരിക്കലും പോയി ഒരു മെച്ചൂർ പ്ലാന്റ് നമ്മൾ വാങ്ങി അതിനു വേണ്ടി കാശ് കളഞ്ഞ് സമയം കളഞ്ഞ് നമ്മളുടെ മനസ്സും പഠിപ്പിക്കരുത്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലാന്റ് വാങ്ങി വെച്ചു. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങി വെച്ചെന്ന് വെച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഈ പൂവിൻ്റെ ഭംഗി കണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത്. ഞാനിതിനെ കുറച്ച് നാൾ വെള്ളമൊക്കെ ഒഴിച്ച് സൂക്ഷിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് എനിക്കറിയില്ല എന്തൊക്കെ ചെയ്യണേ എങ്ങനെയാണ്. കുറേ കഴിയുമ്പോൾ ഈ പൂവ് അങ്ങ് കൊഴിഞ്ഞു പോകും. നമുക്ക് യോഗമുണ്ടെങ്കിൽ ചിലപ്പോൾ പൂവ് വിരിഞ്ഞുടനെയുള്ള പ്ലാന്റ് ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ചിലപ്പോൾ 2-2.5 മാസമായിട്ട് അവിടെ വിരിഞ്ഞ് നിൽക്കുന്ന ചെടിയായിരിക്കും നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം നമുക്ക് കൂടി ഒരാഴ്ചയിൽ കൂടുതൽ ആ പൂക്കൾ നിൽക്കില്ല. അത് പെട്ടെന്ന് നമുക്ക് കൊഴിഞ്ഞു പോകും. അപ്പം നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ മുട്ടോടുകൂടി വാങ്ങിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ മെച്ചൂർ പ്ലാന്റ് വാങ്ങിക്കരുത്. നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് വളർത്തി അതിൽ നിന്ന് ഒരു പൂ ആകുമ്പോഴാണ് നമുക്കതിന് ശരിക്കുള്ളൊരു സന്തോഷം, സംതൃപ്തി നമുക്ക് കിട്ടുക. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെല്ലാവരും. പിന്നെ ഞാനീ പറയുന്ന അറിയാൻ മേലാത്തവരുടെ കാര്യങ്ങളാകട്ടോ. ഇത്രയും എക്സ്പേർട്സ് കാണും, എന്നെക്കാട്ടിലും അറിവുള്ളവർ കാണും ഓർക്കിഡിൽ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുമാതിരി ഒരു 90% ആൾക്കാർക്കും ഒരു ഓർക്കിഡെങ്കിലും നമ്മളുടെ വീട്ടിൽ വാങ്ങിച്ച് വളർത്തണമെന്നുള്ള വലിയ ആഗ്രഹമുള്ളവരുണ്ട്. അതുകൊണ്ട് തുടക്കക്കാർക്ക് ആദ്യം പറ്റുന്നതാണ് ഞാനീ കാണിക്കുന്ന ഡെൻഡ്രോബിയം. ഓർക്കിഡിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാറ്റ്ലിയ ഉണ്ട്, ഫലനോസിസ് ഉണ്ട്, മൊക്കാറയുണ്ട്, വാൻഡയുണ്ട്, ഒൻസീഡിയം ഉണ്ട്. അങ്ങനെ പല പല വെറൈറ്റികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തുടക്കം എന്ന നിലയിൽ നമ്മൾ ഡെൻഡ്രോബിയം മാത്രം വാങ്ങുക. ഡെൻഡ്രോബിയത്തിനാണ് ഓർക്കിഡുകളിൽ വില ഇച്ചിരി കുറവുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് മാത്രം വാങ്ങി അതിനെ കെയർ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു റോസാ ചെടി വാങ്ങിച്ചു, പൂവൂടി വാങ്ങിച്ചു നോക്ക്. ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ പൂ ഫെയ്ഡായി പൊഴിയാൻ തുടങ്ങി. പക്ഷേ ഇതിപ്പം ഒരു 2 മാസമായി ഈ പൂ വിരിഞ്ഞിട്ട്. ഇതും ഏകദേശം ആ ഒരു സമയമൊക്കെ കണ്ടോ. ഇതൊക്കൊന്നും വലിയ മാറ്റമില്ല. ഇത് വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഒരു പൂവ് ഇതും വിരിഞ്ഞ് തീരാറായി കണ്ടോ.
ഇതുമൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കിഡ് എപ്പോഴും നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതാ നല്ല ഭംഗിയുമാണ്. പല പല വെറൈറ്റികളുണ്ട്, പല 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 കളറുകളിൽ പല പല പൂക്കൾ കണ്ടോ. അതുകൊണ്ട് അതാണ് എല്ലാവരും ഓർക്കിഡിലേക്ക് തന്നെ താല്പര്യപ്പെടുന്നത്, ഓർക്കിഡ് വേണം എന്നുള്ള ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഒരു ഓർക്കിഡെങ്കിലും വാങ്ങിച്ച് വളർത്തി അതിനെ ഒന്ന് പരിപാലിച്ച് അതിൽ നിന്നൊരു പൂവായി കഴിയുമ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തയിലേക്ക് പോയാൽ മതി. ആദ്യം തന്നെ കുറേ ഓർക്കിഡ് വാങ്ങിച്ച് നമ്മൾ വെറുതെ കാശ് കളയണ്ട. അതിൽ വെച്ച് പരിപാലിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ വേറെ കളക്ഷനിലേക്ക് പോവുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഓർക്കിഡ് എവിടെ കിട്ടും എന്നോർത്താരും വിഷമിക്കേണ്ട. ഉടൻ തന്നെ ഞാനൊരു സെയിൽ വീഡിയോ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് നമ്മൾ ഓർക്കിഡ് വാങ്ങിച്ച് വെക്കുക. എല്ലാവരും ഓർക്കിഡ് വാങ്ങിയതിന് ശേഷം നമ്മൾ എങ്ങനെ അത് പോട്ട് ചെയ്യണം, അതെങ്ങനെ പരിപാലിക്കണം, എന്ത് വളങ്ങൾ കൊടുക്കണം, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലൊക്കെ ചെയ്ത് നോക്കി എല്ലാവരും സക്സസ് ആകും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഒരു പ്രോബ്ലവുമില്ല. അപ്പം ചെയ്ത് നോക്ക്. നമ്മളെക്കൊണ്ട് പറ്റാത്ത സാധിക്കാത്ത എന്താണ്? ഒന്നുമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെക്കൊണ്ട് സാധിക്കാത്തത് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു ഓർക്കിഡെങ്കിലും വാങ്ങി നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കുവാൻ ശ്രമിച്ചു നോക്ക്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ആരും ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഒരു ഷെയർ, അതൊക്കെയാണ് എനിക്കൊരു പ്രചോദനവും പ്രോത്സാഹനവും. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.